ഹായ് ഫ്രണ്ട്സ്, ക്യാച്ച് ദി ഗോസ്റ്റിന്റെ 6ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സിയുക്കും യുവും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ നമ്മൾ കണ്ടു നിർത്തിയത്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഡ്രിങ്ക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രണ്ടുപേരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ട്, അത് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഡ്രിങ്ക്സ് അടിയെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും ട്രെയിനിലേക്കാണ് കയറുന്നത്. യൂനിനാണെങ്കിൽ ബോധവും ഇല്ല. സിയുക്ക് അവളെ കെയർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അയാളെ കാണുമ്പോൾ തന്നെ സിയൂക്കിന് എന്നൊരു വശപ്പിശകു തോന്നി. സിയൂക്ക് ആണെങ്കിൽ ഉറങ്ങുന്നത് പോലെ അവിടെ അഭിനയിച്ചു കിടന്നു. അതേസമയം അയാൾ ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിരിക്കുന്നു. പുള്ളിക്കാരിയും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ അയാൾ അവളുടെ ബാഗിൽ നിന്ന് അവളുടെ ഒരു പേഴ്സ് അടിച്ചു മാറ്റുന്നു. അവളുടെ ബാഗിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് പേഴ്സ് മാത്രമാണ് അവൻ അടിച്ചു മാറ്റുന്നത്. ഇത് സിയൂക്കും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സിയൂക്ക് അയാളെ ഫോളോ ചെയ്തു. താൻ പോലീസ് ആണെന്നും നിങ്ങളുടെ ബാഗ് കാണിക്കാനൊക്കെ സിയൂക്ക് ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ബാഗ് കാണിക്കുന്നത് പോലെ വന്നിട്ട് സിയൂക്കിനെ അടിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അയാൾ ആ ട്രെയിനിൽ കൂടെ ഓടുന്നു. സിയൂക്കും അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു സ്റ്റേഷൻ എത്തിയതും അയാൾ പുറത്തേക്ക് പോകുന്നു. ഇത് കണ്ട സിയൂക്കും പെട്ടെന്ന് തന്നെ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. എന്നാൽ അയാളാണെങ്കിൽ മറ്റൊരു ഡോർ വഴി അകത്തേക്ക് കയറി. ഇത് സിയൂക്ക് തീരെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. അപ്പോഴേക്കും ആ ട്രെയിനിന്റെ എല്ലാ ഡോറുകളും അടഞ്ഞിരുന്നു. സിയൂക്കിനാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് യു ട്രെയിനിന്റെ അകത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം അവൻ ഓർക്കുന്നത്. പെട്ടെന്ന് തന്നെ സിയൂക്ക് യുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. അയാളെ പിടിക്കാൻ നോക്കരുതെന്നും അയാളുടെ കയ്യിൽ ആയുധമുണ്ട് എന്നൊക്കെ സിയൂക്ക് പ്രത്യേകം അവളോട് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അയാളെ പിടിക്കണം എന്ന് തന്നെയാണ്. എന്നാലും സിയൂക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ അവിടെ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ അയാൾ പേഴ്സ് അടിച്ചു മാറ്റിയ പെൺകുട്ടിയെ കൊണ്ട് യു സിയൂക്കിന്റെ മുന്നിലെത്തുന്നു. അവർ മൂന്നുപേരും സബ്വേ സ്റ്റേഷനിൽ പോയി ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി മേടിക്കുന്നു. അവർക്ക് അവിടെ കുറച്ച് പരാതികൾ കൂടി വന്നിരുന്നു. സബ്വേയിൽ വെച്ച് 3 പെൺകുട്ടികളുടെയും കൂടെ പേഴ്സ് കാണാതായിരുന്നു. അവരാണ് പരാതി നൽകിയതും. അങ്ങനെ സിയൂക്കും യുവും നേരെ ചെല്ലുന്നത് ആ പെൺകുട്ടികളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ ആദ്യത്തെ പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നു. അവളുടെ ബാഗിൽ സ്വർണവും അതേപോലെ തന്നെ ഒരുപാട് പൈസയും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അയാൾ അവളുടെ പേഴ്സ് മാത്രമാണ് അടിച്ചു മാറ്റിയത്. ഈ കാര്യങ്ങളെല്ലാം ആ പെൺകുട്ടി ഇവരോട് പറയുന്നു. ഈ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം ഇവൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. അവൾ ആകപ്പാടെ വിഷമത്തിലാണ് അവിടെ നിൽക്കുന്നതും അവരോട് സംസാരിക്കുന്നതും. അങ്ങനെ സിയുക്കും രണ്ടാമത്തെ പെൺകുട്ടിയെ കാണാനായി പോകുന്നു. എന്നാൽ അവരവിടെ ചെന്നെങ്കിലും ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ താമസിക്കുന്ന മറ്റൊരാൾ പറഞ്ഞിട്ടാണ് ഇവിടെ ആരുമില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് ഇവിടെ പോലീസുകാർ വന്നിരുന്നു എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നു. അങ്ങനെ സംശയം തോന്നിയ സിയൂക്ക് ഈ പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം ഇവരോട് ചോദിച്ചു. നമ്മുടെ കൊളീഗ് ആണെങ്കിൽ വ്ലോഗ് ചെയ്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, ആ പെൺകുട്ടി തന്നെയാണ് ഈ പെൺകുട്ടിയും. പുള്ളിക്കാരി ഒരു വ്ലോഗർ ആണ് എന്നുള്ള കാര്യമെല്ലാം ഇവർ പറയുന്നു. സിയൂക്ക് അവന് ഡൗട്ടുള്ള ആ വ്ലോഗറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടിയാണോ ഇവിടെ താമസിക്കുന്നത് എന്ന് തിരക്കി. അതെ, ഈ പെൺകുട്ടി തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് എന്നവർ പറയുന്നു. ഇവിടെ വന്ന് ഈ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചത് എക്സ് ഗേൾഫ്രണ്ടും പാർട്ട്ണറും ആണ്. വ്ലോഗർ പെൺകൊച്ചിന്റെ പേഴ്സ് കാണാതായ ആ ദിവസം തന്നെയാണ് അവളെ കാണാതായതും. അവളുടെ പേഴ്സ് അടിച്ചു മാറ്റിയ വ്യക്തിക്കും അവളുടെ മിസ്സിംഗും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ യു സിയൂക്കിനോട് ചോദിക്കുന്നു. എന്നാൽ സിയൂക്കിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. സിയൂക്കിന് മനസ്സിലായി യു എന്തായാലും ഈ കേസിന് പുറകിന് പോവെന്ന്. എന്നാൽ മര്യാദയ്ക്ക് ആ പേഴ്സ് അടിച്ചു മാറ്റിയ വ്യക്തിയെ മാത്രം അന്വേഷിച്ചാൽ മതി, മിസ്സിംഗ് കേസ് ഒന്നും അന്വേഷിക്കേണ്ട എന്നും പറഞ്ഞ സിയൂക്ക് അവളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിയൂക്ക് ആണെങ്കിൽ അന്വേഷിച്ചതിനെ പറ്റിയെല്ലാം ഒരു ഫയലിൽ സൂക്ഷിച്ചു വെക്കുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് അവർക്ക് ഫുഡുമായി ഒരാൾ വരുന്നത്. അയാൾ അവർക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അതേസമയം നമുക്ക് മറ്റു രണ്ടുപേരെ കൂടെ കാണാം. അവരുടെ അടുത്തേക്കും ഇതേ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളെത്തി. എന്നാൽ അതിനകത്ത് ഫുഡ് അല്ലായിരുന്നു, സബ്വേയിൽ നിന്ന് അടിച്ചു മാറ്റിയ ഒരു ഫയലായിരുന്നു അത്. അതായത് സിയൂക്ക് മുന്നേ നോക്കിയ ഫയൽ കണ്ടില്ലേ, അതേ ഫയല് തന്നെ. ഇവര് മൂന്നുപേരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവരുടെ ക്യാപ്റ്റൻ ആണ് ഈ റെഡ് തൊപ്പിയിട്ടവൻ. അവര് മൂന്നുപേരും കൂടി ആ ഫയലെല്ലാം നോക്കുന്നു. അതേസമയം സിയൂക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഫയൽ നോക്കുന്ന സമയത്താണ് അവിടെ ഫയൽ ഇല്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. സിയൂക്ക് ആണെങ്കിൽ അത് അവിടെയെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവും എന്ന് അവർ ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ 2 കൊളീഗ്സിനോട് കേസ് ഫയൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് സിയൂക്ക് അവിടെ നിന്ന് പോകുന്നു. സിയൂക്ക് നേരെ ചെല്ലുന്നത് എക്സ് ഗേൾഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. മിസ്സിംഗ് ആയ വ്ലോഗറിനെ പറ്റി തിരക്കിയത് എക്സ് ഗേൾഫ്രണ്ട് അല്ലേ. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേഴ്സും കാണാതായി എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിയൂക്ക് അങ്ങോട്ടേക്ക് എത്തിയത്. ഇതും സബ്വേ ഗോസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നു. ആ സമയത്താണ് എന്തോ ഒരു ഫുട്ടേജും കിട്ടിയെന്നും പറഞ്ഞ് പാർട്ട്ണർ അങ്ങോട്ടേക്ക് എത്തുന്നത്. അതിൽ വ്ലോഗറിന്റെ അടുത്തേക്ക് ആരോ വരുന്നത് പോലെയാണ് കാണിക്കുന്നത്. എന്നാൽ ആരാണ് വരുന്നത് എന്ന് കൃത്യമായി അതിൽ കാണിക്കുന്നില്ല. പുറയിലുള്ള ഒരു കണ്ണാടിയിൽ നിന്ന് റിഫ്ലക്ഷൻ അവർ കാണുന്നു. അതിൽ ആ വ്യക്തി ഒരു തൊപ്പി വെച്ചതായി അവർക്ക് മനസ്സിലായി. ഇതേ തൊപ്പി വെച്ച ആളെയാണ് കഴിഞ്ഞ ദിവസം സിയൂക്കും കണ്ടത്. അതായത് ഒരു പെൺകുട്ടിയുടെ പേഴ്സ് അടിച്ചു മാറ്റുന്നത് കണ്ടില്ലേ, അയാൾ
അയാൾ തന്നെയാണ് ഇപ്പോൾ ആ ബ്ലോഗർ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. അതേസമയം യു ആണെങ്കിൽ സ്റ്റേഷനിലാണ് ഉള്ളത്. അവൾ ഒറ്റയ്ക്കാണ് ആ സ്റ്റേഷനിൽ ഇരിക്കുന്നത്. അവളാണെങ്കിൽ തന്റെ സിസ്റ്ററിന്റെ മിസ്സിംഗിനെ പറ്റിയാണ് അന്വേഷിക്കുന്നതും. എന്നാൽ ആ സമയത്താണ് പെട്ടെന്ന് തന്നെ അവിടെ കറണ്ട് പോകുന്നത്. ആ സമയത്ത് അവൾ ആരോ വരുന്ന ശബ്ദവും കേൾക്കുന്നു. ആരോ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കി. പേടിച്ചാണ് യു ഡോറിന്റെ അടുത്തേക്ക് എത്തുന്നത്. എന്നാൽ അവൾ ഡോറ് തുറക്കുന്നതിന് മുന്നേ തന്നെ ആരോ ഡോറ് തുറക്കുന്നു. യൂനിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൾ ആകപ്പാട് പേടിച്ചാണ് നിൽക്കുന്നത്. വന്ന ആളാണെങ്കിൽ യൂനിന്റെ കഴുത്തിന് പിടിച്ച് അവളെ ഉപദ്രവിക്കുമൊന്നുമല്ല, ജസ്റ്റ് അവളുടെ കഴുത്തിന് മാത്രം പിടിക്കുന്നതേ ഉള്ളൂ. കഴുത്തിന് പിടിച്ചതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോകുന്നു. യു ആണെങ്കിൽ ആകപ്പാട് സ്റ്റക്കായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അയാളാണെങ്കിൽ പോകുന്ന സമയത്ത് ആ ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നതും. യൂനിന് അയാളുടെ പുറവിന് പോകണമെന്നുണ്ടെങ്കിലും പേടി കാരണം അവൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ആരാണ് വന്നതെന്നും അയാൾ എന്താണ് ഇവിടെ ചെയ്തതെന്നും നമുക്ക് പിന്നീട് മനസ്സിലാവും. അങ്ങനെ യു അവിടെ പേടിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സിയുക്ക് എത്തുന്നത്. സിയുക്ക് നോക്കുമ്പോൾ യു അവിടെ പേടിച്ച് ഒരു മൂലക്കിരുന്ന് കരയുന്നു. സിയുക്ക് അവളെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. യു ആണെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അവനോട് പറയുന്നില്ല. യൂനിനെ ആശ്വസിപ്പിച്ചിട്ട് അവളോട് റെസ്റ്റ് ചെയ്യാനെല്ലാം സിയുക്ക് ആവശ്യപ്പെടുന്നു. അതേസമയം യൂനിനെ ഉപദ്രവിച്ചാൽ അയാളുടെ സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ വെച്ചിരിക്കുന്ന യൂനിന്റെ ഫോട്ടോ അയാൾ ചുരുട്ടിക്കളയുന്നു. ആ സ്ഥലത്ത് നമുക്ക് ഒരു പെട്ടിയും കാണാം. എന്നാലും സിയുക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് യു സിയുക്കിന്റെ തോക്കും എടുത്തോണ്ട് നേരെ ആ ടണലിലേക്കാണ് പോകുന്നത്. അവൾ അവിടെ ഒരു പാസേജ് കണ്ടിരുന്നില്ലേ? ആ പാസേജ് ലോക്കായിരുന്നു. അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ തോക്കും കൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ യൂനിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾക്ക് പേടിയും സങ്കടവും വന്ന് അവൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ അവൾ തിരിച്ചു പോകുന്ന സമയത്താണ് ആ റെയിൽവേ ട്രാക്കിൽ ഒരു തുണി കിടക്കുന്നത് അവൾ കാണുന്നത്. ഒരു തുണിയുടെ ചെറിയ ഒരു പീസാണ് അവൾ കാണുന്നത്. അവൾ ആ തുണി എടുത്തു വെക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അടുത്ത ദിവസമാണ് കാണുന്നത്. യു ആണെങ്കിൽ സിയൂക്കിനോട് വന്നിട്ട് തനിക്ക് പാർട്ട്ണറിനെ മാറ്റണം എന്ന് പറയുന്നു. അതായത് സിയൂക്കും യു അല്ലേ പാർട്ട്ണർ, അപ്പോൾ യൂനിന് പാർട്ട്ണർ മാറണം എന്നാണ് പറയുന്നത്. അതായത് സിയൂക്ക് അല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു പാർട്ട്ണറിനെ തനിക്ക് വേണം എന്നാണ് അവൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. സിയൂക്കിന് ആദ്യം യൂനിനെ ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അവന് യാതൊരു കുഴപ്പവും അവളോടില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. യു ആണെങ്കിൽ അവിടെയുള്ള ബാക്കി 2 കൊളീഗ്സിന്റെ അടുത്ത് ചെന്ന് തന്റെ പാർട്ട്ണർ ആവാവോ എന്നൊക്കെ തിരക്കുന്നു. എന്നാൽ അവരാണെങ്കിൽ ഇതൊന്നും കേൾക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. സിയൂക്കിന്റെ യൂനിന്റെ ഇടയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ സിയൂക്ക് യൂനിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ 2 കൊളീഗ്സ് മോളിങ്ങിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അവര് രണ്ടുപേരും ഇമോഷണൽ ആയിട്ടാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. അതായത് ഒരു കപ്പിൾസ് എങ്ങനെയാണോ ബ്രേക്കപ്പ് ആവുന്നത് ആ രീതിയിലാണ് അവർ അവിടെ നിന്ന് സംസാരിക്കുന്നത്. നിനക്കിത് എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊക്കെയാണ് സിയൂക്ക് യൂനിനോട് ചോദിക്കുന്നത്. ഇതെല്ലാം പുറത്തു നിന്ന് കേൾക്കുന്ന കൊളീഗ്സിന് ഇവര് പാർട്ട്നേഴ്സിനെ സ്വിച്ച് ചെയ്യുന്ന കാര്യമാണോ അതോ ബ്രേക്കപ്പ് ആവുന്ന കാര്യമാണോ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇമോഷണൽ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം എന്നൊക്കെ സിയൂക്ക് പറയുന്നു. ആ ബ്ലോഗർ പെൺകുട്ടിയുടെ കേസ് നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ സിയൂക്ക് പറയുന്നു. യൂനിനാണെങ്കിൽ ആദ്യം മുതലേ തന്നെ ആ പെൺകുട്ടിയുടെ മിസ്സിംഗ് അന്വേഷിക്കണം എന്നല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം കേട്ട് എക്സൈറ്റഡ് ആയി അവൾ സിയൂക്കിന്റെ കൂടെ പോകുന്നു. അവർ രണ്ടുപേരും ആദ്യം പോകുന്നത് പേഴ്സ് കാണാനില്ല എന്നും പറഞ്ഞ 3ാമത്തെ പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. കഴിഞ്ഞ 2 കേസ് കൊടുത്ത പെൺകുട്ടികളെയും ഇവർ കാണാൻ ശ്രമിച്ചിരുന്നു. അതേപോലെ തന്നെ 3ാമത്തെ പെൺകുട്ടിയും അവർ കാണാനായി പോകുന്നു. സിയൂക്കും യുവും എത്തുന്നതിന് മുന്നേ തന്നെ അവൾക്ക് ഒരു കോള് വരുന്നു. അവളുടെ പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അത് കൊണ്ടുതരാമെന്നാണ് ആ വ്യക്തി പറയുന്നത്. ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് സിയൂക്കും യുവും എത്തുന്നത്. ആ പേഴ്സിനകത്താണെങ്കിൽ ഈ പെൺകുട്ടി പോകാനിരിക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റ് ആണ് ഉള്ളത്. ആ ടിക്കറ്റ് പോയതുകൊണ്ടാണ് അവൾ പേഴ്സ് കാണാനില്ല എന്നും പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ തന്റെ പേഴ്സും ടിക്കറ്റും സേഫ് ആണെന്നും അത് മറ്റൊരാൾ തനിക്ക് കൊണ്ടുതരാൻ പോവാണ് എന്നൊക്കെയുള്ള കാര്യം ആ പെൺകുട്ടി ഇവരോട് പറയുന്നു. ആ സമയത്താണ് മറ്റൊരു പെൺകുട്ടിയോട് പേഴ്സ് കാണാനില്ല എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവർ എത്ര വിളിച്ചിട്ടും ആ പെൺകുട്ടി ഡോറ് തുറക്കുന്നില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവർക്കറിയില്ല. യു ആണെങ്കിൽ ഒന്നും നോക്കിയില്ല, ആ ഡോറ് എങ്ങനെയും കുത്തി തുറക്കാൻ ശ്രമിക്കുന്നു. സിയൂക്ക് പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു മാറ്റി. അവളുടെ കയ്യിലിരുന്ന കത്തിയും പിടിച്ചു മേടിച്ചിട്ട് അവൻ അവളെ നേരെ കൊണ്ടുപോകുന്നത് സബ്വേ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവന്റെ കയ്യിൽ ഇപ്പോഴും അവളുടെ ആ കത്തിയുണ്ട്. അവനാണെങ്കിൽ അത് അവന്റെ ലോക്കറിലിട്ട് പൂട്ടുന്നു. ഇനി അവൾ ഇതേപോലെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിയൂക്ക് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം മിസ്സായ പെൺകുട്ടിയുടെ ക്രെഡിറ്റ് കാർഡ് ട്രാക്ക് ചെയ്യുന്നു. ആ പെൺകുട്ടി അതെല്ലാം എവിടെയാണ് ഉപയോഗിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അതിൽ നിന്ന് ആ പെൺകുട്ടി ഇതൊരു സൂപ്പർ മാർക്കറ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ സൂപ്പർ മാർക്കറ്റിലെ CCTV എല്ലാം പരിശോധിക്കുന്നു. അതിലവർ ആ പെൺകുട്ടിയെയും കാണുന്നു. അപ്പോഴാണ് അവർക്കെല്ലാം ഒന്ന് ആശ്വാസമായത്. പെൺകുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവരെല്ലാം ആശ്വസിക്കുന്നത്. അങ്ങനെ സിയൂക്കും യുവും അണ്ടർ കവറിൽ ആ സൂപ്പർ മാർക്കറ്റ്
മാർക്കറ്റിൽ എത്തുന്നു. അങ്ങനെ സിയൂക്കും യുവും അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂനിന് കണ്ണ് നേറിയത്. എന്നാൽ സിയൂക്ക് അവളെ കെയർ ചെയ്യാൻ നോക്കിയെങ്കിലും അവൾ അവിടെ നിന്ന് എണ്ണീറ്റ് പോവാണ് ചെയ്തത്. അവൾ എന്തുകൊണ്ടോ സിയൂക്കിൽ നിന്ന് ഒരു അകലെ വിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ യു ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാൻ പോയ സമയത്താണ് അവർ CCTV-യിൽ കൂടെ കണ്ടുപിടിച്ചൊരു പെൺകുട്ടിയിലെ ആ പെൺകുട്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ യു നേരെ ചെന്ന് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. അങ്ങനെ അവർ മൂന്നുപേരും ഇരുന്ന് സംസാരിക്കുന്നു. എന്നാൽ തന്റെ പേഴ്സ് മാത്രമേ കാണാതായുള്ളൂ എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എന്നാൽ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ആരോടും പറയുന്നില്ല. അവൾക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. അവൾ അവിടെ ഇരുന്ന് പേടിക്കുന്നത് അവർ രണ്ടുപേരും കാണുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്ത് ഒന്നും ചോദിക്കാനും സാധിക്കില്ല. ആ സമയത്താണ് സിയൂക്കിന് ഒരു കോൾ വരുന്നത്. എക്സ് ഗേൾ ഫ്രണ്ട് ആണ് വിളിച്ചത്. അങ്ങനെ സിയൂക്കും യുവും നേരെ ചെല്ലുന്നത് എക്സ് ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ സമയത്ത് യു ആണെങ്കിൽ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ പാർട്ട്ണറെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യൂനിനെ ടണലിൽ നിന്ന് ഒരു തുണി ലഭിച്ചിരുന്നില്ലേ? ആ തുണി യു ഇപ്പോൾ പാർട്ട്ണറിന് നൽകുന്നു. ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് യു അത് പാർട്ട്ണറിന് നൽകുന്നത്. ആ സമയത്ത് അവൻ അവളോട് തന്റെ പാർട്ട്ണർ ആവാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ യു ഇതിനെപ്പറ്റിയൊന്നും അവനോട് സംസാരിക്കുന്നില്ല. അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് എക്സ് ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. അവരാണെങ്കിൽ മിസ്സായ പെൺകുട്ടികളെ പറ്റിയും പിന്നീട് അവർക്ക് സംഭവിച്ച കാര്യങ്ങളെയൊക്കെ പറ്റിയും അവർ സംസാരിക്കുന്നു. ബാഗിൽ എത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലും അയാൾ പേഴ്സ് മാത്രമാണ് അടിച്ചു മാറ്റുന്നത്. പ്രത്യേകിച്ചും ഷോർട്ട് ഹെയർ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് അയാൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഷോർട്ട് ഹെയർ ആയിട്ടുള്ള പെൺകുട്ടികളെ. ഇയാളും സബ്വേ ഗോസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നു. ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ടീമിനെ ഏർപ്പാടാക്കാം എന്നൊക്കെ എക്സ് ഗേൾ ഫ്രണ്ട് പറയുന്നു. എന്നാൽ യു അതിന് സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ കേസ് നമുക്ക് തന്നെ അന്വേഷിച്ചൂടെ എന്നൊക്കെയാണ് അവൾ തിരക്കുന്നത്. എന്നാൽ എക്സ് ഗേൾ ഫ്രണ്ടും പാർട്ട്ണറും സീരിയൽ മർഡർ കേസിന്റെ പുറകെയാണ്. അതായത് സബ്വേ ഗോസ്റ്റിന്റെ പുറകെ. അതേപോലെ സിയുക്കും യു ഒക്കെ ആണെങ്കിൽ സബ്വേയിൽ നടക്കുന്ന ചെറിയ ചെറിയ കേസുകളാണ് അന്വേഷിക്കുന്നത്. അതായത് പോക്കറ്റടിയും പെൺകുട്ടികളെ ഉപദ്രവിക്കല് അങ്ങനെയൊക്കെയുള്ള കേസുകൾ. അവരവരുടെ ജോലി അവരവര് നോക്കിയാൽ മതി എന്നൊക്കെ എക്സ് ഗേൾ ഫ്രണ്ട് പറയുന്നു. ആ സമയത്താണ് അവരുടെ ചീഫ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ചീഫ് ആണെങ്കിൽ വന്ന് നമ്മുടെ എക്സ് ഗേൾ ഫ്രണ്ടിനെയാണ് വഴക്ക് പറയുന്നത്. ഇനി അവർക്ക് 2 മാസം കൂടി ഉള്ളൂ ആ കേസ് അന്വേഷിക്കാനായി. അതിനു മുന്നേ തന്നെ ആ സബ്വേ ഗോസ്റ്റിനെ അവർ അറസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ സിയൂക്ക് ആണെങ്കിൽ ഓരോ പോക്കറ്റടിക്കാരെയാണ് കണ്ടുപിടിക്കേണ്ടത്. മര്യാദയ്ക്ക് ആ ജോലിയെല്ലാം നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ ചീഫ് പറയുന്നു. എന്നാൽ ചീഫ് ആണെങ്കിൽ യൂനിനെ മാത്രം ഒന്നും പറയുന്നില്ല. എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് മാത്രമാണ് പറയുന്നത്. കാരണം അവർക്ക് യൂനിനെ കാണുമ്പോൾ അവരായി തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ചീഫ് അവരെ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ചീഫ് അവരെ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞെങ്കിലും ചീഫിന് അവരെ നല്ല വിശ്വാസമുണ്ട്. അവരെത്രയും പെട്ടെന്ന് ഇതെല്ലാം സോൾവ് ചെയ്യും എന്ന് ചീഫും വിചാരിക്കുന്നു. അങ്ങനെ അവർ 4 പേരും അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ലിഫ്റ്റിലേക്കാണ് കയറുന്നത്. ആ ലിഫ്റ്റിൽ കയറിയ പാടെ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ സ്വിച്ച് ചെയ്തൂടെ എന്ന് പാർട്ട്ണർ എല്ലാരോടും ചോദിക്കുന്നു. അങ്ങനെ അവൻ യൂനിനോട് തന്റെ പാർട്ട്ണർ ആവാവോ എന്ന് തിരക്കി. എന്നാൽ ഇത് കേട്ടിട്ട് സിയൂക്കിന് ആകെപ്പാട് ദേഷ്യമാണ് വന്നത്. നീ എന്താണ് ഈ പറയുന്നത് എന്നും ചോദിച്ചുകൊണ്ട് സിയൂക്ക് അവനോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ട് സിയൂക്കിനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. യു നേരത്തെ തന്നെ അവളുടെ പാർട്ട്ണറായ സിയൂക്കിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇവൻ ഇങ്ങനെ ഒരു ഓഫർ ചെയ്തത് കൊണ്ട് തന്നെ ഇനി അവളത് അക്സെപ്റ്റ് ചെയ്യുവോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അതേപോലെ തന്നെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ സബ്വേ ഗോസ്റ്റിനെയും പിടിക്കാം. നിങ്ങൾക്ക് സബ്വേ ഗോസ്റ്റ് ആരാണെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. നമുക്ക് നോക്കാലോ എത്ര പേര് കറക്റ്റ് ആയിട്ടാണ് പറയുന്നതെന്ന്. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.